ആരോഗ്യകരമായ മുന്നറിയിപ്പ്. വീഡിയോ കാണുന്നതിനിടയിൽ ഭക്ഷണം കഴിക്കുന്നത് കാണുന്നവരുടെ ആരോഗ്യത്തിന് ഹാനികരം. കഥ തുടങ്ങുന്നത് അനിയത്തിപ്രാവ് കാണാൻ വേണ്ടി ചേട്ടന്മാർക്ക് ഷർട്ട് അലക്കി കൊടുക്കണം, തേച്ചു കൊടുക്കണം എന്നീ നിയമങ്ങൾ നിലകൊണ്ടിരുന്ന കാലത്താണ്. ആരംഭിക്കുന്നു. വരാനുള്ളത് ഓട്ടോ വിളിച്ചാണെങ്കിലും വരും എന്ന് പറഞ്ഞ പോലെ വീട്ടുകാരുടെ നിർബന്ധത്തിനും നാട്ടുനടപ്പ് അതായോണ്ടും ചേച്ചിമാരുടെ ഒപ്പം പെണ്ണ് കാണാൻ ഇറങ്ങിയതാണ് കഥാനായകൻ. ഒടുവിൽ അത് ചെന്നെത്തിയത് കരിമ്പനയ്ക്കൽ തറവാടിന്റെ മുറ്റത്തും. കേട്ടുകേൾവികൾ പ്രകാരം അധികം നാണമൊന്നും കാണിക്കാതെ തന്നെ ചായയുമായി നമ്മുടെ കഥാനായിക എത്തുന്നു. ഇന്നും തുടരുന്ന കലാരൂപമായ സർക്കാർ ജോലിയുള്ള ചെറുക്കന് പെണ്ണ് കിട്ടും എന്ന സങ്കല്പം അവിടെയും വിജയിച്ചു. ഒടുവിൽ അതങ്ങ് ഉറപ്പിച്ചു. എല്ലാവരും പാർക്കിലും ബീച്ചിലും ഒക്കെ ഡേറ്റിന് പോകുമ്പോൾ അവർ പോയത് ടൗൺ ഹാളിലെ ലൈബ്രറിയിലേക്കായിരുന്നു. വെറും 9 രൂപയ്ക്ക് മസാല ദോശ കഴിക്കാൻ തുടങ്ങിയ അവർ ഇന്നും ആ കലാരൂപം തുടരുന്നു. ഇന്ന് മസാല ദോശയുടെ വില 90-ലെത്തി നിൽക്കുന്നു. കോള് വരുമ്പോൾ സംസാരിക്കാൻ ഒരിത്തിരി പ്രൈവസി പോലും കൊടുക്കാത്ത ക്രൂരന്മാരായിരുന്നു ഷീബയുടെ വീട്ടിലുണ്ടായിരുന്നവർ. അങ്ങനെ ആ മഹത്തായ സംഭവം നടക്കുന്നു. കരിമ്പനയ്ക്കൽ വാസുവിന്റെയും വിലാസിനിയുടെയും മകളായ ഷീബയും പാറയ്ക്കൽ പടിഞ്ഞാറേപ്പറമ്പിൽ കുഞ്ചുവിന്റെയും കാർത്തിയായനിയുടെയും മകനായ ശശിയുടെയും വിവാഹം. പിന്നീട് അങ്ങോട്ട് തൃശൂർ റൗണ്ടായിരുന്നു എല്ലാം. അങ്ങനെ 2002 മറ്റൊരു വലിയ സംഭവം ഉണ്ടായി. എന്നാൽ തനിക്കൊരു മകനുണ്ടായ കാര്യം അറിയിക്കാൻ ഷീബയ്ക്കും വാസുദേവ് കുമാറിനും 2 ദിവസമെടുത്തു. അങ്ങനെ അവരുടെ 2 പേരുടെയും ലോകത്തേക്ക് ഒരാൾ കൂടെ എത്തി. കൊച്ചു കൊച്ചു സന്തോഷങ്ങളും സ്വപ്നങ്ങളുമായി അവർ മുന്നോട്ടു പോയി. കത്തുകളിൽ ആരംഭിച്ച് ഇന്നിതാ ഈ AI യുഗത്തിൽ എത്തി നിൽക്കുമ്പോഴും ഇപ്പോഴും തുടരുന്ന കാര്യം ചാലിയാർ പുഴ നീന്തിക്കടന്നതും എന്റെ വീട്ടിൽ 4 കാളവണ്ടി ഉണ്ടായിരുന്നു എന്നീ തള്ളുകൾ മാത്രം. വാട്സ്ആപ്പ് സ്റ്റാറ്റസിന്റെ പേരിൽ വരെ ഡിവോഴ്സുകൾ ഉണ്ടാകുന്ന ഈ കാലത്ത് തൃശൂർ റൗണ്ടിൽ മറന്നു വെച്ചിട്ടും മധുരകരമായ കേരള ബീവറേജ് പാനീയങ്ങൾ തല്ലി പൊട്ടിച്ചിട്ടും ഒരു പരിഭവമില്ലാതെ മുന്നോട്ടു പോകുന്ന ഇവരെ വരും തലമുറകൾ മാതൃകയാകട്ടെ എന്നാശംസിക്കുന്നു. ഇനിയും ഒരുപാട് കാലം ആയുസ്സും ആരോഗ്യത്തോടും കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ ആശംസിക്കുന്നു. 25 വർഷങ്ങൾ പിന്നിട്ട തന്തവൈബ് പുറത്തു കാണിക്കാതെ കൊണ്ടു നടക്കുന്ന 2 പേർക്കും വിവാഹ വാർഷിക ആശംസകൾ. നന്ദി.